Good morning. എൻ്റെ ടോപ്പിക് ബയോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് ഡിവിഷൻ. ബയോസ്ഫിയർ also known as ഇക്കോസ്ഫിയർ. ഫസ്റ്റ് ബയോസ്ഫിയർ എന്താണെന്ന് നോക്കാം. Earth is the only planet known to sustain life in the universe. Part of Earth where life exists is known as biosphere. The living organism of biosphere form magnificent web of life with highest level of organization, interaction, integration and orderliness. യൂണിവേഴ്സിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന ഓൺലി പ്ലാനറ്റാണ് ഏർത്ത്. ഏർത്തിൻ്റെ പാർട്ട് അത് എവിടെ ആയിക്കോട്ടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏർത്തിൻ്റെ പാർട്ടിയാണ് ബയോസ്ഫിയർ എന്ന് പറയും. ബയോസ്ഫിയറിലുള്ള എല്ലാ ഓർഗാനിസവും ഇൻട്രാക്ട് ചെയ്തിട്ടും അവർ പരസ്പരം ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ മാഗ്നിഫിഷ്യൻറ്റ് വെബ് ഓഫ് ലൈഫ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡീലിമിറ്റ് ദ ബൗണ്ടറി ഓഫ് ബയോസ്ഫിയർ ബിക്കോസ് ദോസ് ഏരിയ ദാറ്റ് നോർമലി കനോട്ട് സസ്റ്റെയിൻ ആക്റ്റീവ് ലൈഫ് ഡോർമെൻറ്റ് ഫോം ഓഫ് ലൈഫ് എക്സിസ്റ്റ്. ബയോസ്ഫിയറിൻ്റെ ബൗണ്ടറി ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. കാരണം നോർമൽ കേസസിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യാത്ത ഏരിയാസും ചില കേസസിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അതിനൊരു എക്സാമ്പിളാണ് പ്രസൻസ് ഓഫ് ഡോർമൻറ്റ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ സ്പോർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഇൻ എക്സ്ട്രീംലി ഡ്രൈ ഹോട്ട് ഓർ കോൾഡ് റീജിയൻസ്. ഹോട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ടോ കോൾഡ് റീജിയൻസിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ സ്പോർട്സ് ഇതിനൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ബയോസ്ഫിയറിൻ്റെ ഒറിജിനാണ്. ബയോസ്ഫിയർ ഹാസ് എക്സിസ്റ്റഡ് ഫോർ 3.5 billion years. Biosphere earliest life forms were prokaryote which survived without oxygen. ബയോസ്ഫിയറിൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ 3.5 billion years ago ബയോസ്ഫിയർ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബയോസ്ഫിയറിൻ്റെ ഏർലി ഇൻഹാബിറ്റൻറ്റ് പ്രോകാരിയോട്ട്സ് ആയിരുന്നു, എസ്പെഷ്യലി പ്രോകാരിയോട്ടിക് ബാക്ടീരിയ ദാറ്റ് സർവൈവ്ഡ് ഇൻ അനേറോബിക് കണ്ടീഷൻ. Some prokaryotes developed a unique chemical ability. They were able to use sunlight to make simple sugar and oxygen out of water. ഈ പ്രൊക്കാരിയോട്ടിക് ബാക്ടീരിയ ഗ്രാജ്വലി അവർക്കൊരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റിൽ നിന്ന് ഷുഗേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ വാട്ടറിൽ നിന്ന് ഓക്സിജൻ ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഗ്രാജ്വലി അവരിൽ ഡെവലപ്പ് ചെയ്തു. These organisms were plentiful and changed the biosphere. Over a long period of time, atmosphere developed into a mix of oxygen and other gases that could sustain other forms of life. Gradually, organismത്തിൻ്റെ അബണ്ടൻസ് കൂടി. ഗ്രാജ്വലി അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും അതുപോലെ തന്നെ കുറേ ഗ്യാസസിൻ്റെ മിക്സ് ആയിട്ടുള്ള ന്യൂ അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തു. ആ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കുറേ ന്യൂ ലൈഫ് ഫോംസിനെ സപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡിവിഷൻസ് ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിനെ മെയിൻലി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് atmosphere. Lithosphere means stony sphere. It comprises the solid stony components of biosphere. It consists of the rock and soil on the surface as well as on the ocean. It is composed of the crust. Below the crust lie the mantle and below the mantle lie the innermost layer core. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്റ്റോണി സ്ഫിയർ, അതിനാണ് ലിത്തോസ്ഫിയർ എന്ന് പറയാം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദ സോളിഡ് സ്റ്റോണി കമ്പണൻസ് ഓഫ് ബയോസ്ഫിയർ. റോക്സും സോയിൽ അതൊക്കെയാണ് ലിത്തോസ്ഫിയറിൽ വരിക. എർത്തിന് 3 ലെയർ ഉണ്ട്: ക്രസ്റ്റ്, കോർ, മാൻറ്റിൽ ആൻഡ് കോർ. അപ്പോൾ ക്രസ്റ്റ് ആണ് ലിത്തോസ്ഫിയറിൽ വരുന്നത്. ക്രസ്റ്റിൻ്റെ താഴെ വരുന്നതാണ് മാൻറ്റിൽ, ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് വരുന്നത് കോർ. ലിത്തോസ്ഫിയർ പ്ലേ 2 vital role in biosphere. It is the only source for most metabolite for all organisms. It forms the bulk component of soil required for terrestrial plants. ലിത്തോസ്ഫിയർ 2 vital റോള് ബയോസ്ഫിയറിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റാണ് എല്ലാ ഓർഗാനിസത്തിനും വേണ്ടുന്ന മെറ്റബോളൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിത്തോസ്ഫിയറാണ്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ പ്ലാന്റ്സിന് വേണ്ടുന്ന സോയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതും ലിത്തോസ്ഫിയറാണ്. സോയിൽ കമ്പണൻറ്റ് ഓഫ് ബയോസ്ഫിയർ ഈസ് നോൺ ആസ് പെഡോസ്ഫിയർ. ബയോസ്ഫിയറിലുള്ള സോയിൽ കമ്പണൻറ്റിന്
pedosphere എന്ന് പറയും. ക്രസ്റ്റ് ഓഫ് എർത്ത് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്ട്രേറ്റം ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസസ് ഓൺ വിച്ച് ലിവിങ് ഓർഗാനിസം മൂവ് ആൻഡ് റെസ്റ്റ്. സച്ച് സോളിഡ് സർഫസസ് ആർ കോൾഡ് സബ്സ്ട്രേറ്റം. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസസ് ഉണ്ടാകും. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസിലൂടെയാണ് ഓർഗാനിസം മൂവ് ചെയ്യുന്നതും റെസ്റ്റ് ചെയ്യുന്നതും. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ് സർഫസിനെ പറയുന്നതാണ് substratum. Substrata is necessary for their attachment, shelter and nourishment. Many organisms color and texture of the substratum blend wonderfully with their color of body and protect them from detection by enemy. Certain animal will not undergo development until they find a suitable substratum. എല്ലാ ഓർഗാനിസത്തിനും സബ്സ്ട്രേറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നറിഷ്മെൻറ്റ്, ഷെൽട്ടർ, അറ്റാച്ച്മെൻറ്റിനൊക്കെ സബ്സ്ട്രേറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഓർഗാനിസത്തിൻ്റെ ബോഡി കളറും സബ്സ്ട്രേറ്റിൻ്റെ കളറും വെരി വെൽ match each other, so it provide protection from enemy. അതുപോലെ തന്നെ ചില ഓർഗാനിസത്തിന് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റും വേണം, എന്നാലും മാത്രമേ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് എഡഫിക് സബ്സ്ട്രേറ്റം. പെഡോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് സോയിൽ. സോയിലിൻ്റെ സ്റ്റഡീനെ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനാണ് പെഡോളജി എന്ന് പറയാം. ലൈക്ക് വാട്ടർ, എർത്ത് സർഫേസ് ഓൾസോ മൂവ് ഇൻ സൈക്കിൾ നോൺ ആസ് ഗ്ലോബൽ മിനറൽ cycle or lithospheric cycle. Rate of circulation is very slow and is measured in thousands and millions of years. Water cycle പോലെ തന്നെ ലിത്തോസ്ഫിയറും സൈക്ലിക് മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. അതിനെയാണ് ഗ്ലോബൽ മിനറൽ സൈക്കിൾ അല്ലെങ്കിൽ ലിത്തോസ്ഫെറിക് സൈക്കിൾ എന്ന് പറയുക. വളരെ സ്ലോ പ്രോസസ്സാണ്. മില്യൺസ് ഓർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ടേക്സ് പ്ലേസ് ചെയ്യും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ലിത്തോസ്ഫെറിക് സൈക്കിളിന് മെയിനായിട്ട് 2 സെഗ്മെൻ്റാണത്. ഫസ്റ്റ് വൺ ഡയാസ്ട്രോഫിസം, സെക്കൻഡ് വൺ ഗ്രഡേഷൻ. ഡയാസ്ട്രോഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ അപ്രൈസിങ് ഓഫ് എർത്ത് ക്രസ്റ്റ്. ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ഓഫ് ദ മൗണ്ടെയ്ൻസ്, ലാൻഡ്സ്. അപ്പോൾ അത് ഡയാസ്ട്രോഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ലാൻഡിൽ വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് റൈസ് ചെയ്യുന്നത്. ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സിനൊക്കെ വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഒരു ലെവലായിട്ടുള്ള സർഫസ് ഉണ്ടാക്കുക. അതാണ് ഗ്രഡേഷൻ. കെമിക്കൽ ഫാക്ടർ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ലിത്തോസ്ഫെറിക് സൈക്കിൾ. ദ ആക്ഷൻ ഓഫ് വാട്ടർ, കെമിക്കൽ പ്രോസസ് വിച്ച് accompany decay and death of terrestrial organism. Erosional factors contribute to the breaking of large stones to smaller ones, small pebbles into sand grain and microscopic rock fragments. കെമിക്കൽ പ്രോസസ്സും അതുപോലെ തന്നെ ഇറോഷണൽ ഫാക്ടേഴ്സൊക്കെ ലാർജ് റോക്കിനെ സ്മോൾ സ്റ്റോൺ പാർട്ടിക്കിൾസും സ്മോൾ പെബിൾസിനെ സാൻഡി ഗ്രെയിൻ പാർട്ടിക്കിൾസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യും. വെൻ വാട്ടർ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്മോൾ റോക്ക് പാർട്ടിക്കിൾ ദേ എക്വയർ എ മിനറൽ കണ്ടൻറ്റ്. ഡിസോൾവ് മിനറൽസ് ആർ carried into large quantities in the form of ions. Dissolved mineral drain to ocean through river. Marine organisms use this metabolite. Death of these organisms help to complete global mineral cycle. സ്മോൾ റോക്ക് പാർട്ടിക്കിൾസിൻ്റെ കൂടെ വാട്ടർ കോണ്ടാക്റ്റിൽ വന്നാൽ അതൊരു മിനറൽ കണ്ടൻ്റായിട്ട് ഫോം ചെയ്യും. ഇതേപോലെ കുറേ മിനറൽ കണ്ടൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അയോൺസിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഡിസോൾവ്ഡ് മിനറൽസ് ഓഷ്യനിലെത്തും, റിവറിലൂടെ ഓഷ്യനിലെത്തും. അപ്പോൾ ഈ റിവറിലും ഓഷ്യനിലൊക്കെ ഉള്ള ഓർഗാനിസംസ് ഇതിന് ഈ മെറ്റബോളൈറ്റ്സിന് ഈ അയോൺസിനൊക്കെ യൂട്ടിലൈസ് ചെയ്യും. ഈ ഓർഗാനിസിൻ്റെ ഡെത്തിന് ശേഷം ഈ മിനറൽസൊക്കെ വീണ്ടും എൻവയൺമെൻറ്റിലേക്ക് റീസൈക്കിൾ ചെയ്യും. അങ്ങനെയാണ് ഈ മിനറൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓർഗാനിസിൻ്റെ ഡെത്തിന് ശേഷം ഇത് എൻവയൺമെൻറ്റിലേക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നതാണ് മിനറൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ദോസ് വിത്ഡ്രോൺ ആൻഡ് യൂസ്ഡ് ബൈ മോസ്റ്റ് ഓർഗാനിസം ഇൻക്ലൂഡ് അയോൺസ് ഓഫ് നൈട്രേറ്റ്, phosphate, chloride, carbonate, sulfate and ions of sodium, potassium, calcium, magnesium, copper and iron. So സൾഫേറ്റും നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഓർഗാനിസം യൂസ് ചെയ്യുന്ന
അയോൺസ്. അപ്പോൾ ലിത്തോസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ലിത്തോസ്ഫിയറിനെ സ്റ്റോണി സ്ഫിയർ എന്ന് പറയും. റോക്ക് അല്ലെങ്കിൽ സോയിൽ അതൊക്കെയാണ് ലിത്തോസ്ഫിയറിൽ വരാം. 2 ഇമ്പോർട്ടൻറ്റ് റോൾസാണ് ലിത്തോസ്ഫിയർ ബയോസ്ഫിയറിൽ പ്ലേ ചെയ്യുന്നത്. ഒന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റബോളൈറ്റും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിങ് മീഡിയം ലൈക്ക് പ്ലാന്റ്സിനൊക്കെ സപ്പോർട്ടിങ് മീഡിയം പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിൻ്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോയിൽ സർഫസിന് സബ്സ്ട്രേറ്റ് എന്ന് പറയും. അത് ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലിത്തോസ്ഫെറിക് സൈക്കിൾ ഉണ്ട്. ലിത്തോസ്ഫെറിക് സൈക്കിളിൽ 2 മെയിൻ പ്രോസസ്സാണ് ഗ്രഡേഷനും ഡയാസ്ട്രോഫിസും. ഡയാസ്ട്രോഫിസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അപ്രൈസിങ് ആണ്. ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ആണ്. ലാൻഡിനെ ലെവൽ ചെയ്യുന്നതാണ് ഗ്രഡേഷൻ. പിന്നെ വാട്ടർ മിനറലായിട്ട് കോണ്ടാക്റ്റ് റോക്ക് പാർട്ടിക്കിൾസായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ അയൺ കൺസിസ്റ്റൻസി ഒക്കെ ചെയ്യും. ഇത് ഓഷ്യനിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. ആനിമൽസ് യൂസ് ചെയ്ത് അവരുടെ ഡെത്തിന് ശേഷം വീണ്ടും എൻവയൺമെൻറ്റിലേക്ക് റീസൈക്കിൾ ബാക്ക് ചെയ്യുമ്പോൾ മിനറൽ സൈക്കിൾ കംപ്ലീറ്റ് ആവും. Next division, hydrosphere. Hydrosphere means sum total of all liquid water components of biosphere, that is river, ocean and lake. എല്ലാ വാട്ടർ കമ്പണൻസ് ആണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുക. എല്ലാ വാട്ടർ കമ്പണൻസിനെയും ഒരുമിച്ച് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയും. ഓഷ്യൻ, ലേക്ക് എന്തായാലും അതാണ് ഹൈഡ്രോസ്ഫിയർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഇനോർഗാനിക് കോമ്പൗണ്ട് ഓഫ് ബയോസ്ഫിയർ. കവേഴ്സ് അബൌട്ട് 73% ഓഫ് എർത്ത് സർഫസ്. ഇറ്റ് ഈസ് എ മേജർ കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് പ്രോട്ടോപ്ലാസം ആൻഡ് മേജർ റിക്വയർമെൻറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടാണ് വാട്ടർ. അതുപോലെ തന്നെ എർത്തിൻ്റെ 73% സർഫസും കവർ ചെയ്തത് വാട്ടറാണ്. പ്രോട്ടോപ്ലാസത്തിലെ ഒരു മേജർ കോൺസ്റ്റിറ്റ്വൻറ്റ്, അതുപോലെ തന്നെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഒരു മേജർ റിക്വയർമെൻറ്റ് കൂടിയാണ് വാട്ടർ. Like other physical components, water also undergo definite pathway. Hydrological cycle is a combined process of evaporation, precipitation, surface water runoff, transpiration. ലൈക്ക് ലിത്തോസ്ഫെറിക് സൈക്കിൾ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളജിക്കൽ സൈക്കിളുണ്ട്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഇവോപ്പറേഷൻ, precipitation, ട്രാൻസ്പിറേഷൻ, സർഫസ് വാട്ടർ റൺ ഓഫ്, ഈ 4 പ്രോസസ്സിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. Every year 507 tetracubic meter of water are evaporated and same quantity of water is precipitated whole over earth's surface. And 507 tetracubic meter of water എല്ലാ ഇയറും ഇവോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതേ എമൗണ്ട് ഓഫ് വാട്ടർ തന്നെ വീണ്ടും എർത്തിലേക്ക് precipitate ചെയ്യുന്നതെന്ന് പറയും. Solar energy evaporate water from soil, vegetation, water surface, ocean into atmosphere. Cooling and condensation of water vapor at high altitude return water to hydrosphere. Solar energy surface vegetation oceans എന്നൊക്കെ വാട്ടറിനെ ഇവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കും. അവിടുന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഈ ഇവോപ്പറേറ്റ് ചെയ്ത വാട്ടർ കണ്ടൻസേഷനും കൂളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വാട്ടർ റിസോഴ്സസിലേക്ക് precipitate ചെയ്തു. വാട്ടർ ആസ് ഹെയിൽ, റെയിൻ, സ്നോ ഇസ് precipitated ഓവർ ലാൻഡ് ആൻഡ് വാട്ടർ സ്നഫസ്. ഹെയിലിൻ്റെ രൂപത്തിലും റെയിനായിട്ടും സ്നോ ആയിട്ടൊക്കെ വാട്ടർ precipitate ചെയ്ത് വരുന്നുണ്ട്. വാട്ടർ ഇൻ ലാൻഡ് പെർക്കുലേറ്റ് ഇൻ ടു സോയിൽ ആസ് ഗ്രൗണ്ട് വാട്ടർ. വിത്തിൻ ഗ്രൗണ്ട് ദർ ഈസ് ഓൾവേസ് എ നാച്ചുറൽ വാട്ടർ ടേബിൾ. നമുക്കറിയാം സോയിലിൻ്റെ അടിയിൽ എപ്പോഴും ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. Water table is saturated and is sustained by underlying clay and rock. So water table is saturated ആണ്. അതുപോലെ തന്നെ clay and rock ഒക്കെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഗ്രൗണ്ട് വാട്ടർ does not remain static, moving various direction. All water does not percolate. Surface water run off to stream, lake, river, catchment or reservoir. Precipitate ചെയ്തിട്ട് വരുന്ന എല്ലാ വാട്ടറും പെർക്കുലേറ്റ് ചെയ്യുന്നില്ല. അതിൽ ചില വാട്ടറൊക്കെ സ്ട്രീംസിലേക്കും റിസർവോയറിലേക്കും ലേക്കിലൊക്കെ ആയിട്ട് റൺ ഓഫ് ചെയ്ത് പോകുന്ന എല്ലാ വാട്ടറൊന്നും പെർക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വാട്ടർ
സോഴ്സ് ഓഫ് വാട്ടറിനെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുക. ഓഷ്യൻ, റിവർ, ലേക്ക് ഇതിനൊക്കെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയും. ഹൈഡ്രോസ്ഫിയറും ഒരു സൈക്ലിക് മൂവ്മെൻറ്റിൽ ഫോളോ ചെയ്യുന്നത് ട്രാൻസ്പിറേഷൻ, ഇവോപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ ഇതിനൊക്കെ കമ്പൈൻഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഫോം ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ 73% ഓഫ് എർത്ത് സർഫസും കവർ ചെയ്തിരിക്കുന്നത് വാട്ടറാണ്. മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻഓർഗാനിക് കമ്പണൻ്റാണ് വാട്ടർ. നെക്സ്റ്റ് ഡിവിഷൻ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ ഈസ് എ ഗാഷ്യസ് എൻവലപ്പ് ഓഫ് എർത്തിൻ്റെ ഗാഷ്യസ് എൻവലപ്പിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. പ്രസൻറ്റ് ഡേ അറ്റ്മോസ്ഫിയർ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ലോങ് ഇവല്യൂഷണറി പ്രോസസ് ദാറ്റ് ബിഗാൻ മോർ ദാൻ 4 ബില്യൺ ഇയേഴ്സ് എഗോ. ഇന്ന് കാണുന്ന ഈ അറ്റ്മോസ്ഫിയർ 4 ബില്യൺ ഇയേഴ്സ് എഗോ കാരണം ഉണ്ടായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ലൈക്ക് ഫസ്റ്റ് പറഞ്ഞ പ്രോകാരിയോട്സ് വന്നു. പ്രോകാരിയോട്സിൽ സൺലൈറ്റിനെ യൂസ് ചെയ്ത് ഷുഗർ ഡെവലപ്പ് ചെയ്തു. പിന്നെ വാട്ടറിന് ഓക്സിജൻ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായി. അങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും ബാക്കിയുള്ള ഗ്യാസസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തു. അത് ന്യൂ ലൈഫിനൊക്കെ സസ്റ്റെയിൻ ചെയ്തു വന്നു. അതേപോലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കാരണമുള്ളൊരു ഒരു ഇവല്യൂഷണറി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് വാസ് എനേറോബിക്. ഇറ്റ് വാസ് ഒറിജിൻ ഓഫ് ഫോട്ടോസിന്തറ്റിക് പ്രോകാരിയോട്ട് ദാറ്റ് ടേൺ എനേറോബിക് അറ്റ്മോസ്ഫിയർ ഇൻ ടു എയറോബിക്. പ്രിമിറ്റീവ് എർത്തിലെ അറ്റ്മോസ്ഫിയർ ഓക്സിജൻ അവൈലബിലിറ്റി ഇല്ലായിരുന്നു, എനേറോബിക് ആയിരുന്നു. ഫോട്ടോസിന്തറ്റിക് പ്രോകാരിയോട്സ് ഇവോൾവ് ചെയ്തതോടെ അനേറോബിക് കണ്ടീഷനിൽ എയറോബിക് അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്തു. അറ്റ്മോസ്ഫിയർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾ. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.94%, argon 0.93 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇന്ന് കാണുന്ന അറ്റ്മോസ്ഫിയറിൽ. നൈട്രജൻ ഉണ്ട് 78.8, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഇതൊക്കെ അറ്റ്മോസ്ഫിയറിലുണ്ട്. Atmosphere also contain minute liquid and solid particles, suspended aerosols. They originate as a result of forest fire, erosion of soil by wind, as salt crystals from sea, and also from industries and agricultural activity. Atmosphere minute ആയിട്ടുള്ള ലിക്വിഡും സോളിഡ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാകും. അത് ഫോറസ്റ്റ് ഫയറിൻ്റെയും ഇറോഷൻ്റെയും വിൻഡ് കാണുന്ന സോയിലിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന കുറച്ച് ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയറിനെ വീണ്ടും 4 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ അറ്റ്മോസ്ഫിയറിനെ വീണ്ടും 4 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ലോവസ്റ്റ് പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ lowest part of atmosphere. It is about 10 to 15 kilometer thick and contain 2/3 of mass of gas in biosphere. Temperature decreases with increase in altitude. അറ്റ്മോസ്ഫിയറിൻ്റെ ലോവസ്റ്റ് പാർട്ടാണ് തെർമോസ്ഫിയർ. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാം. റീജിയൻ ഓഫ് സ്ട്രോങ് വിൻഡ് ഫോർമേഷൻ ആൻഡ് ക്ലൗഡ് ഫോർമേഷൻ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് സ്ട്രോങ് വിൻഡിൻ്റെയും അതുപോലെ തന്നെ ക്ലൗഡ് ഫോം ചെയ്യുന്ന റീജിയനാണ്. ലൈഫ് ഈസ് കൺഫൈൻഡ് ടു ദിസ് സോൺ. ഈ ഒരു ലെയറിലാണ് ലൈഫ് കൺഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ അപ്പർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് ട്രോപ്പോപോസ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ലെയർ, ക്ലൗഡും വിൻഡ് ഫോർമേഷൻ്റെ ഒരു റീജിയനാണ്. 10 to 15 കിലോമീറ്റർ തിക്നെസ് ഉള്ള റീജിയൻ. അവിടെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. ട്രോപ്പോസ്ഫിയറിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനാണ് ട്രോപ്പോപോസ് എന്ന് പറയാം.
നെക്സ്റ്റ് ആണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ് അപ് ടു എ ഹൈറ്റ് ഓഫ് 50 കിലോമീറ്റർ. ടെമ്പറേച്ചർ ഷോ ഇൻക്രീസിംഗ് ട്രെൻഡ് ടുവേർഡ്സ് higher altitude. Temperature reaches up to 90 degrees Celsius due to ozone formation under influence of UV components of sunlight. സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റർ ഹൈറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എത്താം. കാരണം ഓസോൺ ഫോം ചെയ്യുന്നുണ്ട്. സൺലൈറ്റിലുള്ള UV റേഡിയേഷൻസ് ആണ് അവിടെ ഓസോൺ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 90 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ കൂടാം. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്നത് സ്ട്രാറ്റോപോസ്. Next, mesosphere. It is a zone outside stratosphere and extend up to 80 kilometer above Earth's surface. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ നെക്സ്റ്റുള്ള ലെയറാണ് മീസോസ്ഫിയർ. 80 കിലോമീറ്റർ വരെ ഹൈറ്റ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ടെമ്പറേച്ചർ ഷോ എ ഡിക്രീസിങ് ട്രെൻഡ്. അറ്റ് 80 കിലോമീറ്റർ ടെമ്പറേച്ചർ ഈസ് ലോവസ്റ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പം ടെമ്പറേച്ചർ കുറയും. അപ്പോൾ 80 കിലോമീറ്റർ എന്നൊരു ഓൾട്ടിറ്റ്യൂഡിലൊക്കെയാണെങ്കിൽ ടെമ്പറേച്ചർ ലോ ആയിരിക്കും. മീസോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറിനെ പറയുന്നത് മീസോപോസ്. നെക്സ്റ്റ് തെർമോസ്ഫിയർ. Outermost layer of atmosphere. Temperature increases steadily. This zone extends beyond 80 kilometer. ഏറ്റവും ഔട്ടർമോസ്റ്റ് അറ്റ്മോസ്ഫിയറിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് തെർമോസ്ഫിയർ എന്ന് പറയാം. അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. 80 കിലോമീറ്ററിൻ്റെ എബവ് 80 കിലോമീറ്റർ വരെ മീസോസ്ഫിയറാണ്. അപ്പോൾ എബവ് 80 കിലോമീറ്റർ തെർമോസ്ഫിയർ. ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് തെർമോസ്ഫിയർ ഈസ് നോൺ ആസ് തെർമോപോസ്. എയർ മോളിക്യൂൾസ് ആർ വൈഡ്ലി പ്ലേസ്ഡ്. സോൺ ഓഫ് അറ്റ്മോസ്ഫിയർ അപ് ടു എ ഹൈറ്റ് ഓഫ് 300 കിലോമീറ്റർ ഈസ് നോൺ ആസ് അയണോസ്ഫിയർ. 300 കിലോമീറ്റർ വരെയുള്ളൊരു ആ ഒരു ഹൈറ്റ് അറ്റ്മോസ്ഫിയറിൻ്റെ 300 കിലോമീറ്റർ ഹൈറ്റ് വരെയുള്ള അറ്റ്മോസ്ഫിയറിന് അയണോസ്ഫിയർ എന്ന് പറയും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണാം. ഇവിടെ ഇത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് ട്രോപ്പോപോസ്. നെക്സ്റ്റ് ലെയർ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അപ് ടു 20 കിലോമീറ്റർ വരെ. ഈ ഡയഗ്രത്തിലെ വാല്യൂസിൽ എല്ലാം ഓക്കെ കുഴപ്പമില്ല. സ്ട്രാറ്റോസ്ഫിയർ അടുത്ത സെക്കൻഡ് ലെയർ സ്ട്രാറ്റോസ്ഫിയർ. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ സ്ട്രാറ്റോപോസ്. ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതാണ്. ഇത് റീജിയൻ ഓഫ് വിൻഡ് ഫോർമേഷൻ, ക്ലൗഡ് ഫോർമേഷൻ. സ്ട്രാറ്റോസ്ഫിയറിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പം ടെമ്പറേച്ചറും കൂടും. നെക്സ്റ്റാണ് മീസോസ്ഫിയർ. 80 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യും മീസോസ്ഫിയറിലും ടെമ്പറേച്ചർ 80 കിലോമീറ്റർ എന്നൊരു ഹൈറ്റിലേക്ക് ടെമ്പറേച്ചർ എത്തുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്തുമ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അതായത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് മീസോസ്ഫിയറിലും ടെമ്പറേച്ചർ കുറയും. നെക്സ്റ്റ് റീജിയനാണ് തെർമോസ്ഫിയർ. ഇതിൻ്റെ മീസോസ്ഫിയറിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ് മീസോപോസ് എന്ന് പറയും. നെക്സ്റ്റ് റീജിയനാണ് തെർമോസ്ഫിയർ അപ് ടു 300 എബവ് 80 കിലോമീറ്ററാണ് തെർമോസ്ഫിയർ. എബവ് 80 കിലോമീറ്റർ. ആ തെർമോസ്ഫിയറിൽ ഓസോണൊക്കെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറും കൂടും. തെർമോസ്ഫിയറിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറിനെ തെർമോപോസ് എന്ന് പറയാം. പിന്നെ അബൌട്ട് 300 കിലോമീറ്റർ 80 to 300 കിലോമീറ്റർ വരെയുള്ള ലെയറിനെ അയണോസ്ഫിയർ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ അവിടെ മോസ്റ്റ് ഓഫ് ദ റേഡിയേഷൻസും അയോണൈസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അയണോസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയാം. 3 ഗ്യാഷ്യസ് എൻവലപ്പാണ്. അതിൽ വീണ്ടും 4 ലെയർ ഉണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.